ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കോസ്റ്റിംഗ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്കും കാര്യങ്ങളാണ്. സോ നമ്മുടെ കയ്യിലുള്ളത് ബി കോമിൻ്റെ കേരള യൂണിവേഴ്സിറ്റിയുടെ KGC നായറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. ഇത് വന്നിട്ട് സെമസ്റ്റർ, അതായത് 6th സെമസ്റ്ററിലാണ് കോസ്റ്റ് അക്കൗണ്ടിങ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ അതായത് പറയാൻ ഉദ്ദേശിക്കുന്നത് കോസ്റ്റിങ്ങിൻ്റെ ബേസിക്കും കാര്യങ്ങളാണ്. സോ നമ്മൾ കോസ്റ്റിംഗ് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വ്യൂവും കൂടെ നമ്മൾ പറയുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് എന്തിനാണ് നമ്മൾ, അതായത് നമ്മൾ പഠിക്കുന്നത്, കാരണം ഇതിൻ്റെ യൂസ് എന്താണ്, അതായത് ആക്ച്വലി ഇത് വന്നിട്ട് ഒരു മാനുഫാക്ചറിങ് കമ്പനീസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു അപ്ലൈബിലിറ്റി എങ്ങനെയാണ് എന്നുള്ളതും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞത്. സോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ കോസ്റ്റിംഗ് പറയണം, കോസ്റ്റിംഗിൻ്റെ തിയറിറ്റിക്കൽ പ്ലസ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വ്യൂവും കൂടെ നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോസ്റ്റിങ്ങിൻ്റെ, അതായത് കോസ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് കോസ്റ്റ്? അപ്പോൾ ആ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു എഫേർട്ട് നമ്മൾ എടുക്കുന്നു, അത് ആയിരിക്കും, മെറ്റീരിയൽ. സോ നമ്മൾ ആ എഫേർട്ട് എടുക്കുന്നത് അതിന് നമ്മളൊരു മോണിറ്ററി ടേംസിൽ നമ്മൾ പറയുന്നതാണ് കോസ്റ്റ്. നമ്മളൊരു കാര്യം ചെയ്യുന്നു, ഇപ്പോൾ ഒരു കാര്യം, ഒരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു. അപ്പം നമ്മൾ അതിന് മെറ്റീരിയൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അതിന് എഫേർട്ട് എടുക്കുന്നു. ആ എഫേർട്ടിന് ഒരു എന്താ പറയുക, ഒരു വാല്യൂ നമ്മൾ ക്രിയേറ്റ്, ആ വാല്യൂ ആണ് പറയുന്നത് കോസ്റ്റ്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ആ സ്പെൻഡ് ചെയ്തത്, അതിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്തെല്ലാം കോസ്റ്റുകളാണ് വന്നത്, അപ്പോൾ അത് അസർട്ടൈൻ ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞ കോസ്റ്റിംഗ്. ഓക്കെ, സോ കോസ്റ്റിംഗ് വന്നിട്ട് നമുക്ക് ഈ കോസ്റ്റിനെല്ലാം എന്താണ് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച്, അതായത് അതിൻ്റെ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾ അനുസരിച്ചായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ അതിന് കുറച്ച് സ്റ്റാൻഡേർഡും കാര്യങ്ങളുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ. എനിക്ക് 24 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സോ ഇതൊക്കെ നമുക്ക് ഗോയിങ് ഫോർവേഡ് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ നമ്മുടെ കോസ്റ്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അതായത് പലതരത്തിലാണ്. അപ്പോൾ ആ എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു കോസ്റ്റിനെ എന്തിനാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? അപ്പോൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അതായത് മൊത്തത്തിൽ നമ്മൾ കോസ്റ്റ് എന്നൊരു പ്രോഡക്റ്റിനെ പറയണം, പക്ഷെ അത് എവിടെയാണ് കോസ്റ്റ് ഇൻകർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ കോസ്റ്റിംഗ് കൊണ്ട് എന്താണ് യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയായിരിക്കും. കാരണം ഒരു പ്രോഡക്റ്റിന്റെ ആക്ച്വൽ കോസ്റ്റ് എന്തെന്ന് അറിയണം, രണ്ടാമത് എവിടെയാണ് കോസ്റ്റ് ഇൻകർ ആയിട്ടുണ്ടെന്ന് അറിയണം, നമുക്ക് എങ്ങനെയൊക്കെയാണ് ആ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാം, അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്രോഫിറ്റ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം. ഇതൊക്കെയാണ് മെയിനായിട്ട് കോസ്റ്റിങ്ങിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ അതിനുവേണ്ടി നമ്മൾ കോസ്റ്റിനെ നമ്മൾ ബ്രേക്കപ്പ് ചെയ്യുന്നത്, അതായത് ക്ലാസിഫൈ ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ചാൽ ആ ക്ലാസിഫിക്കേഷനിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എവിടെയാണ് കോസ്റ്റ് ഇൻകർ ആയിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ആ ക്ലാസിഫൈ ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ. സോ അതിനാണ് നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളൊരു സിമ്പിളായിട്ടൊരു ഫോമുല, അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു കാര്യം വെച്ചാൽ നമുക്കറിയാം സെയിൽസ്. സോ ഞാനിവിടെ സെയിൽസ് പറഞ്ഞാൽ ഫാക്ടറി പ്രൈസ് എടുക്കാം. കാരണം എന്ന് വെച്ചാൽ MRP പറയുന്നില്ല. കാര്യം ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഫാക്ടറിയിൽ നിന്ന് പോവുകയാണെങ്കിൽ, അതായത് കമ്പനിയുടെ പ്രൈസ് ഇപ്പോൾ ഒരു 100 ആണ് എന്നുണ്ടെങ്കിൽ, ആ 100ൽ നമുക്കിപ്പോൾ ഒരു സം പോർഷൻ വന്നിട്ട്, അല്ലെങ്കിൽ ഒരു സർട്ടൺ പെർസെൻറ്റേജ് വന്നിട്ട് നമുക്ക് റീറ്റെയിൽ മാർജിൻ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ മാർജിൻ. സോ ഫസ്റ്റ് എപ്പോഴും നമുക്കൊരു, ഫോർ എക്സാമ്പിൾ 10 റുപ്പീസ് നമുക്ക് വന്നിട്ടൊരു ഹോൾസെയിലർ ഓർ ഡിസ്ട്രിബ്യൂട്ടറിന് കൊടുക്കണം. പിന്നെ ഒരു 5 റുപ്പീസ് വന്നിട്ട് റീറ്റെയിലിന് കൊടുക്കണം. പ്ലസ് ഒരു 5 റുപ്പീസ് വന്നിട്ട് നമുക്ക് ഗവൺമെൻറ്, അതായത് ടാക്സ് പോർഷൻ. സോ ഏകദേശം ഒരു 120 ആയിരിക്കും MRP. ഓക്കെ, സോ നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചോളം അവർക്കൊരു സ്റ്റാൻഡേർഡ് മാർജിൻ, ഒരു മാർജിൻ അവർ എപ്പോഴും എക്സ്പെക്ട് ചെയ്യും ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചോളം. അപ്പം ആ പ്രോഡക്റ്റിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ 100 റുപ്പീസിലാണെങ്കിൽ ചിലപ്പോൾ 30% ആയിരിക്കും അവർക്ക് മാർജിൻ. അപ്പോൾ 70 ആയിരിക്കും നമ്മുടെ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും 70 എന്ന് പറയുന്നത് നമ്മളുടെ കോസ്റ്റും ഇത് നമ്മളുടെ പ്രോഫിറ്റും. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തുവാണ്, ഒരു സെല്ലിംഗ് പ്രൈസ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തുവാണ്, നമ്മുടെ ഫാക്ടറിയിലെ പ്രൈസ് ആണ്. സോ അതാണെങ്കിൽ 70 + 30. സോ 70 എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റും എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്. സോ നമുക്ക് പറയാം കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഒരു ഫാക്ടറി പ്രൈസ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഈ കോസ്റ്റിനെ വന്നിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. നമുക്ക് മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ വേരിയബിൾ എന്നും അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് എന്നും പറയും. ഓക്കെ, അപ്പം നമുക്ക് ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടത് എന്തുവാ, കോസ്റ്റ് റിമൈൻസ് സെയിം. അതായത് നമ്മൾ പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും ആ കോസ്റ്റിന് മാറ്റമൊന്നുമില്ല, വാല്യൂ അങ്ങനെ തന്നെ ഇരിക്കും.
വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ആ കോസ്റ്റും കൂടുന്നതാണ്. ഓക്കെ, സോ അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാര്യം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. കാരണം ഈ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും വെച്ചാണ് ഒരുപാട് പ്രോഡക്റ്റിൻ്റെ ഒരു ഡെസിഷൻ മേക്കിംഗ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് മാർജിനൽ കോസ്റ്റിംഗ് പഠിക്കാം. ഓക്കെ, സോ നമുക്ക് ഇപ്പം പറയുന്നത് വെച്ചാൽ കോസ്റ്റിങ്ങിനെ കുറേ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് അല്ലാതെ നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഒരു പ്രോഡക്റ്റിൻ്റെ, അതായത് മെയിനായിട്ട് എന്ന് പറയുന്നത് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, പിന്നെ ലേബർ വരും, യൂട്ടിലിറ്റി വരും, പിന്നെ ഓവർഹെഡ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, അതായത് പ്രൊഡക്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് റിലേറ്റഡ് അല്ലാത്ത ഒരു കാര്യം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു മാനേജർ ഉണ്ട്. മാനേജർ നമ്മൾ സാലറി നമ്മൾ പേ ചെയ്യുന്നു. അപ്പോൾ ആ പേ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പ്രൊഡക്ഷന് വേണ്ടി ഡയറക്റ്റ് ആയിട്ടല്ല, മനസ്സിലായില്ല. പക്ഷെ അത് ലേബർ എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്ഷന് വേണ്ടി ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ നമ്മൾ ഈ കോസ്റ്റിനെ തന്നെ ഒരു ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ മെറ്റീരിയൽ, ലേബർ, യൂട്ടിലിറ്റി, പിന്നെ ഓവർഹെഡ്. മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റോ മെറ്റീരിയൽ പ്ലസ് പാക്കിംഗ് മെറ്റീരിയൽ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. ലേബർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ലേബേഴ്സ്, പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡയറക്റ്റ് ലേബേഴ്സ് എത്രയാണെന്ന് പറയാം. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി എത്ര, ചിലപ്പം ഗ്യാസ് ഉപയോഗിക്കുന്നെങ്കിൽ LPG ഗ്യാസ്, ഇതൊക്കെ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നെങ്കിൽ എടുക്കുക. ഫയർവുഡ്, വിറകൊക്കെ നമ്മൾ പ്രൊഡക്ഷൻ അതിൽ ഉപയോഗിക്കും. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ യൂട്ടിലിറ്റി ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ കാണിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓവർഹെഡ് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ട് പറയാം. സാലറി സെപ്പറേറ്റ് കാണിക്കാം. സാലറി എന്ന് വെച്ചാൽ മാനേജേഴ്സിൻ്റെയൊക്കെ സാലറി, ഇതെല്ലാം ഓവർഹെഡ് ആണ്. ഓവർഹെഡ് എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. മനസ്സിലായില്ല. കാരണം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ്ലി പ്രൊഡക്ഷന് റിലേറ്റഡ് അല്ലാത്തതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. സോ ഇതൊക്കെ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് റിലേറ്റഡ് ആണ്. ഓക്കെ, സോ ഇത് നമുക്ക് ഇൻഡയറക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഇത് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ നമ്മളിപ്പോൾ ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, ലേബർ, യൂട്ടിലിറ്റി, ഓവർഹെഡ്. ഓക്കെ, അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സോ നമ്മൾ COGS ആണ് നമ്മളുടെ കോസ്റ്റിങ്ങിൻ്റെ മേജറായിട്ടുള്ള കാര്യം. കോക്സ് എന്ന് പറയും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, സോ നമ്മൾ വിറ്റ ഗുഡ്സിൻ്റെ കോസ്റ്റ് എത്രയാണ്. സോ അതിന് നമ്മൾ വേരിയസ് ക്ലാസിഫൈ ചെയ്ത് നമ്മൾ പറയും എവിടെയാണ് പ്രശ്നം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അതിന് നമ്മൾ പെർസെൻറ്റേജ് ബേസിക്കാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് ഗോയിങ് ഫോർവേഡ് പറയാം. ഓക്കെ, ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മസാല പ്രോഡക്റ്റ് എടുക്കാം. ഇപ്പം നമുക്കറിയാം കിച്ചൺ ട്രഷറിയുടെ ഒരു എന്താ പറയുക, ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ പറയാം. സോ അതൊരു 100 ഗ്രാമിന് ഇപ്പോൾ ഒരു 100 രൂപയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്കൊരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 20 റുപ്പീസ് അവർക്കൊരു പ്രോഫിറ്റ്. സോ 20 റുപ്പീസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പം 20 റുപ്പീസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 80 ആണ് അതിൻ്റെ കോസ്റ്റ്, അല്ലേ? സോ 20 എന്ന് പറയുന്നത് അവർ പ്രോഫിറ്റും 80 എന്ന് പറയുന്നത് കോസ്റ്റ്. അപ്പോൾ നമ്മൾ ആ 80നെ സ്പ്ലിറ്റ് ചെയ്യുന്നു. 80 എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ എത്ര, ലേബർ എത്ര, യൂട്ടിലിറ്റി എത്ര, ഓവർഹെഡ് എത്ര. ഓക്കെ, ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് 80 വരണം. സോ അപ്പം നമ്മൾ പറയുന്നത് ഇതിനൊരു 50 ആയി, ഇതിനൊരു 5 രൂപയായി, 5 രൂപയായി, 60, ഇതിനൊരു 20 രൂപയായി. സോ നമ്മൾ പറയും 80 രൂപയാണ് എൻ്റെ കോസ്റ്റ് എങ്കിൽ അതിൽ എനിക്ക് മെറ്റീരിയൽ കോസ്റ്റ് ആണ് ഇത് വരാൻ ഏറ്റവും കൂടുതലുള്ളത്. അതായത് എൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 60% ഓഫ് എങ്കിലും വരും, അല്ലേ? 65% വരും. അപ്പം 50 റുപ്പീസ് മെറ്റീരിയൽ കോസ്റ്റും, ലേബർ 5, യൂട്ടിലിറ്റി 5, ഓവർഹെഡ്. അപ്പം നമ്മൾ പറയും ഏറ്റവും കൂടുതലുള്ളത് മെറ്റീരിയൽ ആണ്. സോ മെറ്റീരിയൽ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ പർച്ചേസ് ചെയ്ത കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ റേറ്റ് കിട്ടുമ്പോൾ ഒന്നും ചെയ്യാനില്ല. ലേബറിൽ എന്തെങ്കിലും കുറയ്ക്കണമെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. യൂട്ടിലിറ്റി നമുക്ക് എന്തെങ്കിലും റേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. അതുപോലെ ഓവർഹെഡിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ പ്യൂർലി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഈ കോസ്റ്റ്, അതായത് പെർ kg ആയാലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നത്. കാരണം നമ്മൾ ഒരു പ്രോഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ അത് എന്താ പറയുക, ഒരു 100 രൂപയ്ക്കാണ് 100 ഗ്രാം വിൽക്കുന്നതെങ്കിൽ 1 കിലോയ്ക്ക് 1000 രൂപ. നമ്മൾ എപ്പോഴും കോസ്റ്റിങ്ങിനെ നമ്മൾ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പെർ kgയിലായിരിക്കും നമ്മൾ കൺവേർട്ട് ചെയ്ത് നമുക്ക് മാനേജ്മെൻറ്റിന് നമ്മളൊരു പ്രസൻറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് പെർ kgയിലായിരിക്കും. ഒരു കോമൺ ആയിട്ടുള്ള ടേം. ഓക്കെ, സോ നമുക്കിവിടെ ഈ പറഞ്ഞല്ലേ 50 റുപ്പീസ് എന്ന് പറയുന്ന മെറ്റീരിയൽ, ലേബർ 5, യൂട്ടി 5, 20 റുപ്പീസ് ഓവർഹെഡ്. അപ്പം ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് വെച്ചാൽ ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി മെറ്റീരിയലിനകത്ത് നമ്മൾ പറയും അത് RM ആണോ
PM ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ RM-നും PM-നും മെയിനായിട്ട് പർച്ചേസ് കോസ്റ്റ് ആണ്. നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്ന സമയത്തുള്ള കോസ്റ്റ് ആയിരിക്കും. രണ്ടാമത് ഇഷ്യൂ വരാനുള്ള കാരണം വേസ്റ്റേജ്. നമ്മളിപ്പം പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വേസ്റ്റേജ് വരുമ്പം ഈ RM കോസ്റ്റ് കൂടും. അപ്പോൾ അതിനകത്ത് കുറയ്ക്കാൻ എന്താണ് വഴി എന്നുള്ളത് നമ്മൾ നോക്കണം. വാക്യൂം മെറ്റൽ അത് തന്നെയാണ് വേസ്റ്റേജിൻ്റെ കേസ് എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ചീപ്പ് റേറ്റിൽ നമുക്ക് PM കിട്ടുമോ അല്ലെങ്കിൽ RM കിട്ടുമോ എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിന് ഈ ഒരു ഇതുകൊണ്ടുള്ള ആപ്ലിക്കബിൾ. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ചാൽ ലേബറിൽ നമ്മൾ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പെർമനന്റ് ലേബർ, അതായത് ലേഡീസ് കാണും, ജെൻസ്, അതുപോലെ തന്നെ കോൺട്രാക്ട് ലേബർ അല്ലെങ്കിൽ എന്തു പറയാം മൈഗ്രൻ്റ് ലേബേഴ്സ്, ഇപ്പം ഹിന്ദിക്കാരൊക്കെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇതിനകത്ത് ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് റേറ്റ് ആയിരിക്കും. സോ അതൊക്കെ നമ്മൾ ലേബർ എന്ന് പറഞ്ഞ ഒരു സെഷൻ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലേബർ കോസ്റ്റിൽ നമ്മൾ എങ്ങനെ മാക്സിമം അതായത് എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. കാരണം നമ്മളുടെ ഒരു 5 രൂപയിൽ ഒരു 50 പൈസ കുറഞ്ഞാൽ പോലും നമ്മുടെ പ്രോഫിറ്റ് മാർജിനായിട്ട് നല്ലൊരു എഫക്റ്റ് വരും. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ഒരു മാനേജ്മെൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ മെയിനായിട്ടുള്ളൊരു ജോബ് പ്രൊഫൈൽ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ യൂട്ടിലിറ്റി. സോ നമുക്ക് യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് അതിൽ റിഡക്ഷൻ വരാം. ഞാൻ പറയില്ലേ, ഇലക്ട്രിസിറ്റി കോസ്റ്റ്. ആക്ച്വലി EB എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി കോസ്റ്റ് സെമി വേരിയബിൾ എന്ന് പറയും. അതായത് കുറച്ച് ഫിക്സഡും കുറച്ച് വേരിയബിളാണ്. ഫിക്സഡ് എന്ന് പറയാൻ കാരണം വേറൊന്നുമില്ല, നമ്മളിപ്പം പ്രൊഡക്ഷൻ ഇല്ലെങ്കിലും നമ്മൾ ഓഫീസിലെ ലൈറ്റ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ്, അതായത് ഫാക്ടറിക്കുള്ള ലൈറ്റും കാര്യങ്ങളും, സോ ഇതൊക്കെ എപ്പോഴും ഓൺ ആയിട്ടിരിക്കും. സോ അതിന് പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും അവിടെ അതിന് എന്താ പറയുക കോസ്റ്റിന് മാറ്റം വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു വലിയ കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് മീറ്ററും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അതിലവർ അതിനകത്ത് ബൈഫിറ്റ് ചെയ്യും. ഏറ്റവും ചെറിയ കമ്പനിയൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആണെങ്കിൽ അവർ എല്ലാം കൂടെ ഒരു എന്താ പറയുക വേരിയബിൾ അല്ലെങ്കിൽ യൂട്ടിലിറ്റിക്കകത്ത് മൊത്തത്തിലും കാണിക്കും. ഒരു മിഡിൽ ഒരു കുറച്ച് കുഴപ്പമില്ലാതെ ഒരു കോസ്റ്റ് അക്കൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പക്ഷേ ഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല, മീറ്റർ ഒന്നുമില്ല. അല്ലെങ്കിൽ ഒരു സർട്ടൺ പെർസെൻറ്റേജ്, ഫോർ എക്സാമ്പിൾ 98% ഓഫ് EB എന്ന് പറയുന്നത് പ്രൊഡക്ഷനും 2% വേണമെങ്കിൽ അവർ അതേഴ്സ് എന്നുള്ള രീതിയിൽ കാണിക്കും. മനസ്സിലായില്ലേ? സോ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി ഓവർഹെഡ്. സോ ഓവർഹെഡ് എന്ന് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഓവർഹെഡിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിന്റ് ചെയ്യുന്നത്. കാരണം അവിടെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉള്ളത്. അപ്പം ഓവർഹെഡ് നമ്മൾ കുറേ സ്പെറ്റപ്പ് ഉണ്ട്. ഇപ്പോൾ ഫിക്സഡ് സാലറി എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി എംപ്ലോയി, ആ എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന സാലറി. കാര്യം ഇത് എന്ന് വെച്ചാൽ നമ്മൾ സാലറി എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. അതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ആണ്. സോ പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും ഇത് മാറാൻ പോകുന്നില്ല. ശരിയല്ലേ? സോ അപ്പം അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുമ്പോൾ മാക്സിമം അവിടെ അതിനകത്തൊന്നും ചെയ്യാനില്ല. ബട്ട് എന്തെങ്കിലും ഒരു കട്ട്, അതായത് എന്തെങ്കിലും എംപ്ലോയീസിനെ കട്ട് ചെയ്തിട്ട്, കാരണം ഇപ്പം അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് അങ്ങനെ എന്തെങ്കിലും കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. പിന്നെ മെയിനായിട്ട് നോക്കുന്നത് വെച്ചാൽ നമ്മൾ ഓവർ എക്സ്പെൻസ് ആയിട്ടുള്ള മെയിനായിട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടി എക്സ്പെൻസസ്, അതായത് ഇപ്പം മെഷീനറിക്ക് എത്ര റിപ്പയർ, ഇലക്ട്രിക് ആൻഡ് ഫിറ്റിങ്സ് വരും, ബിൽഡിങ്ങിന് നമുക്ക് എന്തൊക്കെ റിപ്പയർസ് ഉണ്ട്. സോ ഇങ്ങനെ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഓവർഹെഡിൽ വരുന്നത്. R&M നമ്മൾ പറയും. സോ ഓക്കെ, R&M റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസിൽ നമുക്ക് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതായത് മെഷീനറി വരും, ബിൽഡിംഗ് വരും, ഇലക്ട്രിക് ആൻഡ് ഫിറ്റിങ്സ്, പിന്നെ എന്താ പറയുക AMC, അതായത് AMC ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയും. സോ ഇതൊക്കെയാണ് ഓവർഹെഡിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ ലാബ് അനാലിസിസ്, ക്വാളിറ്റിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് വരും, ഫ്രൈറ്റ് ഇതിനകത്ത് വരും. ഫ്രൈറ്റ് ആക്ച്വലി നമുക്ക് എന്താ പറയുക, ഇതിനകത്ത് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം ഫ്രൈറ്റ് ആകുമ്പോൾ RM പർച്ചേസ് സമയത്താണെങ്കിൽ അതിനകത്ത് വരും, മറ്റേ സെല്ലിംഗ് ആയിട്ട് വരും. ബട്ട് ഇത് ഇന്റർണൽ എന്തെങ്കിലും ട്രാൻസ്ഫർ ആണെങ്കിൽ നമുക്ക് ഫ്രൈറ്റ് കാണിക്കാം. ഓക്കെ, ഫാക്ടറിക്കകത്ത് എന്തെങ്കിലും ഇന്റർണലി അങ്ങോട്ട് മാറുവാണെങ്കിൽ ആ ഫ്രൈറ്റ് കാണിക്കാം. പിന്നെ ക്വാളിറ്റി എക്സ്പെൻസ് ആണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു ഓവർഹെഡ്, അത് അവിടെ എന്തെങ്കിലും കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ടോ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ റെന്റ്, പിന്നെ അഡ്മിൻ റിലേറ്റഡ് എക്സ്പെൻസ് ഉണ്ട്. ഇപ്പോൾ ഓഫീസിൽ ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ റിഡക്ഷൻ ചെയ്യാം. സോ എവിടെയാണ് കോസ്റ്റ് കൂടുതലായിട്ടുള്ളത് അത് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്, നമ്മൾ ഈ കോസ്റ്റിംഗ് പഠിക്കുന്നവർ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. അതായത് ഒരു മാനേജ്മെന്റ് നമ്മൾ പറയുകയാണ് നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്ന 80 റുപ്പീസ് ആണ് കോസ്റ്റ് എങ്കിൽ ആ 80 റുപ്പീസ് എന്ന് പറയുന്നത് ഇവിടേക്കാണ് നമ്മൾ ഇൻകർ ആയിട്ടുള്ളത്. ആ കോസ്റ്റിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഇവിടെയാണ്. നമുക്ക് മാക്സിമം എവിടെയൊക്കെ റെഡ്യൂസ് ചെയ്യാം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് ഗ്രോസ് പ്രോഫിറ്റിൽ എങ്ങനെ കൂടാം. ഇതാണ് നമ്മൾ ആ ഒരു എന്താ പറയുക മാനേജ്മെന്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം മാനേജ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ ഡെസിഷൻ മേക്കിങ്ങിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന റോളാണ് ഈ കോസ്റ്റിംഗ്. ഓക്കെ, സോ നമുക്ക് കോസ്റ്റിംഗ് എന്നിട്ടും ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡുകളും അതായത് ടെക്നിക്സ് ഉണ്ട്. പിന്നെ നമുക്ക് പ്രിൻസിപ്പിൾ ഉണ്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ. സോ നമുക്ക് ഇവിടെ കോസ്റ്റ് വന്നിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, കോസ്റ്റ് ക്ലാസിഫൈ ചെയ്യുന്ന കാര്യം നോക്കുകയാണെങ്കിൽ
എന്ന് വെച്ചാൽ എന്താണ് ഒരു ഗ്രൂപ്പിംഗ് ആണ് നമ്മൾ പറയുന്നത്. അതായത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ദ ഐറ്റം ഓഫ് കോസ്റ്റ് അണ്ടർ ഡിഫറെൻറ്റ് കാറ്റഗറി ബേസ്ഡ് ഓൺ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. എന്ന് വെച്ചാൽ ഒരേപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇത് തന്നെയാണ് നമ്മൾ അക്കൗണ്ട്സിൽ നമ്മളിപ്പം ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് അക്കൗണ്ട്സ് പേബിൾ അല്ലെങ്കിൽ ട്രേഡ് പേബിൾ എന്ന് പറയുമ്പോൾ ഒരേപോലത്തെ കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ ട്രേഡ് പേബിൾ എന്നുള്ള ഒരു ഗ്രൂപ്പിൽ കൊണ്ട് ചെയ്യും. അതാണ് ഈ ടാലിയിലൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പർച്ചേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞ ഒരു കാണിക്കുന്നത് എല്ലാ പർച്ചേസും കൂടെ പർച്ചേസ് ചെയ്യുക. ആ പർച്ചേസ് എന്നുള്ള ഒരു ഗ്രൂപ്പാണ്. സോ അതുപോലെ കോസ്റ്റിൽ നമുക്ക് ഒരേപോലെ ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ എന്താണ് ഒരു ഗ്രൂപ്പായി ചെയ്യുന്നതാണ്. മനസ്സിലായി? അതിനാണ് ആ ഗ്രൂപ്പിംഗ് കൊണ്ടുവരികയാണ്. അതാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അപ്പം നമുക്കിവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതാണ്, ദ ക്ലാസിഫിക്കേഷൻ മേ ബി ഓൺ ദ ബേസിസ് ഓഫ്, ഒന്നെന്ന് വെച്ചാൽ ട്രേസബിലിറ്റി ഓർ ഐഡന്റിഫിയബിലിറ്റി എന്നുള്ളതാണ്. രണ്ടാമത് ഫങ്ഷൻ, മൂന്നാമത് വേരിയബിലിറ്റി ഓർ ബിഹേവിയർ, ദെൻ എലമെന്റ്, കൺട്രോളബിലിറ്റി, ദെൻ നോർമാലിറ്റി, പിന്നെ ഫിനാൻഷ്യൽ നേച്ചർ. സോ 7 എണ്ണമാണ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. അപ്പോൾ ഓരോണ്ണത്തിൽ നമ്മൾ ഓരോ നോക്കാം. സോ ആദ്യം നമ്മൾ പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ട്രേസബിലിറ്റി ഓഫ് കോസ്റ്റ്. സോ ഇവിടെ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോസ്റ്റും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റ്, അതായത് ഇവിടെ കണ്ടില്ലേ ഇൻഡയറക്റ്റ് കോസ്റ്റ്. സോ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് എന്താണ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നൊക്കെ നോക്കാം. So on the basis of traceability, cost can be divided into direct and indirect cost. Okay, so direct cost refers to those costs which can be clearly and easily traced or identified with a job or product. വേറൊന്നുമല്ല, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഒരു കാശ്മീരി ചില്ലി പൗഡർ. സോ അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കോസ്റ്റ് ആണ്. മനസ്സിലായില്ല? നമുക്കത് ഈസി ആയിട്ട് തന്നെ, അതായത് എന്തോ നമുക്കൊരു ചില്ലി, ഇപ്പോൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ 1 കിലോ ചില്ലി ഞാൻ പാക്ക് ചെയ്തു. അതിനകത്ത് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തുവാണ്, ആ പറഞ്ഞ ചില്ലി നമുക്ക് കാണാം, പിന്നെ അതിനകത്തിരിക്കുന്ന ഒരു പൗച്ചും കാണാം അല്ലേ. സോ അതാണ് നമുക്ക് ഈസി ആയിട്ട് ട്രേസ് ചെയ്യാം. നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ 2 കാര്യങ്ങൾ. സോ അതാണ് ആ പ്രോഡക്റ്റിന്റെ ഡയറക്റ്റ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മളൊരു മാനുഫാക്ചറിങ് കമ്പനിയുടെ തിങ്ക് ചെയ്യണം. ആ കമ്പനിയിൽ നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു. ഓക്കെ, അതിനുണ്ടാവുന്ന കോസ്റ്റ് എന്താണ്, ഇതാണ് നമ്മൾ എപ്പോഴും മൈൻഡിലിരിക്കേണ്ടത്. സോ അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ ചില്ലി ആണെങ്കിൽ ചില്ലി ഒരു കിലോ ചില്ലി എടുക്കുന്നു, അത് കവറിനകത്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്നു. ആ കവറും ആ ചില്ലിയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ താഴെ കാണാം. അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞാണ് ഡയറക്റ്റ് കോസ്റ്റ് വരുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ എ സ്പെസിഫിക് പ്രോഡക്റ്റ്, സർവീസ് ഓർ ഡിപ്പാർട്ട്മെന്റ്. സോ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പറഞ്ഞ കോസ്റ്റ് ഓഫ് ഷുഗർ കെയിൻ ഇൻ മാനുഫാക്ചറിങ്. ഓക്കെ, ഷുഗർ ഫ്രം ഡയറക്റ്റ് മെറ്റൽ കോസ്റ്റ്, അതായത് ഷുഗർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഷുഗർ കെയിൻ ഉപയോഗിക്കുന്നു. സോ അതാണ് അതിന്റെ കോസ്റ്റ്, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ പറയുന്നത്. സോ ഞാൻ ചില്ലിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു വെച്ചാൽ ആ ചില്ലിയാണ് എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ. അതുപോലെ തന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലേബർ, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചില്ലി പാക്കിനായിട്ട് നമുക്ക് ഒരു 3-4 ലേബേഴ്സ് വേണം. അവരാണ് എടുത്ത് ചെയ്യുന്നത് വിചാരിക്കുക. അതാണ് എന്താണ് നമുക്ക് ഡയറക്റ്റ് ഇത്രയും പേര് 3 പേരാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ആ 3 പേരുടെ കോസ്റ്റ് ആണ് ഡയറക്റ്റ് ലേബർ. അതുപോലെ ഡയറക്റ്റ് എക്സ്പെൻസസ്. Expense refers to those expenses which have been incurred in full in making particular product or providing a service. ഓക്കെ, ഇപ്പോൾ ഏതാണെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഞാനൊരു എന്താ പറയുക ഈ ചില്ലി ചെയ്യുവാണ്, ചില്ലി നമ്മൾ പാക്ക് ചെയ്യണം. ഇത് എനിക്കൊരു പാക്കിംഗ് മെഷീൻ വേണം. അപ്പോൾ എൻ്റെ കയ്യിലും മെഷീൻ ഇല്ല, കാര്യം അതിന് വലിയ കോസ്റ്റാണ്. അപ്പം ഞാനൊരു വെളിയിൽ നിന്നൊരു ഷോപ്പിൽ നിന്ന് ഞാനൊരു ഹയറിൽ വാടകയ്ക്ക് ഞാനൊരു എന്തൊരു മെഷീൻ വാങ്ങിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഹയറിന് അതായത് ഞാൻ വാടകയ്ക്ക് കൊടുക്കണം. വാടക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു എക്സ്പെൻസ് ഉണ്ടല്ലോ, ആ വാടകയാണ് നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ്. കാരണം ആ ഒരു എക്സ്പെൻസ് ഈ ഒരു പ്ലോട്ടിന് വേണ്ടി മാത്രമാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, അതാണ് എന്താ പറയുക ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓവർഹെഡ്, അതായത് സാലറി ഓഫ് മാനേജേഴ്സ്. സോ ഇതെല്ലാം വരുന്നത് ഇൻഡയറക്റ്റ് കോസ്റ്റിലാണ്. കാരണം എന്തോ അവരാരും പ്രൊഡക്ഷനകത്ത് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ മാനേജ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? മാനേജ് ചെയ്യുന്നത് കൊണ്ട് അതിനെ അവർ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്ക് പറയാം. നമുക്കറിയാം ഏറ്റവും ഫസ്റ്റ് വരുന്നത് എന്തുവരും, ഒരു പ്രൊഡക്ഷൻ, ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഫസ്റ്റ് വരുന്ന ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ്. സോ പ്രൊഡക്ഷൻ ഏരിയയിൽ വരുന്ന കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് ഈസ് എന്താണ് ഇൻക്ലൂസീവ് ഓഫ് ഓൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ്. ഓക്കെ, ഇതാണ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ
ഒരു പ്രൊഡക്ഷനിൽ വരുന്നത്, ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു മെറ്റീരിയൽ കാണും, ചില്ലി, അതിൻ്റെ പൗച്ചും കാണും. സോ മെറ്റൽ കോസ്റ്റ് കഴിഞ്ഞു. ലേബർ, അതിന് ഉപയോഗിക്കുന്ന ലേബർ, അത് ലേബർ കോസ്റ്റ്. മൂന്നാമത് അതിന് ഉപയോഗിക്കാൻ ഇപ്പോൾ ഒരു ഹയർ ആയിട്ട് ഒരു മെഷീനറി ഞാൻ ചെയ്തു. സോ അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് നോക്കി, അതാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. സോ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ അഡ്മിന് വേണ്ടി നമ്മൾ എന്തെല്ലാം സ്പെൻഡ് ചെയ്യുന്നു. ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അഡ്മിനിൽ ഒരു വൺ ഓഫ് ദ ഇതെന്ന് വെച്ചാൽ, ഇപ്പം ലേബേഴ്സിനൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കും. ഫുഡ് എന്ന് പറഞ്ഞാൽ ക്യാൻറ്റീൻ എക്സ്പെൻസ് ആണ് വരുന്നത്. സോ ക്യാൻറ്റീൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ പറയുന്ന എന്താ പറയുക, ഈ ലേബേഴ്സിന് വേണ്ടി മാത്രമായിട്ടാണ്. അപ്പം അഡ്മിനിലെ ഒരു വൺ ഓഫ് ദ കോസ്റ്റ് ആണ് ഈ പറയുന്ന ക്യാൻറ്റീൻ കോസ്റ്റ്. അപ്പം നമ്മൾ അവിടെ നോക്കുന്നത് വെച്ചാൽ എങ്ങനെ ഈ മീൽ കൗണ്ട് നമ്മൾ എങ്ങനെ ഇൻക്രീസ് ആയി, എന്തുകൊണ്ട് കൂടി, എന്തുകൊണ്ട് കുറഞ്ഞു, എങ്ങനെയാണ് കോസ്റ്റ് ഇത്രമാത്രം കഴിഞ്ഞ മാസത്തേക്കാളും കൂടിയത്. സോ ഇതൊക്കെ അറിയും. അതാണ് അഡ്മിൻ. ഓക്കെ. രണ്ടാമത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന വെച്ചാൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്തതിന് ശേഷം അടുത്ത ഫംഗ്ഷൻ എന്തോ നമ്മൾ എങ്ങനെയെങ്കിലും സെല് ചെയ്യണം. ആ സെയിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എക്സ്പെൻസ് മെയിനായിട്ട് ഫസ്റ്റ് എന്ന് പറയുന്ന ഫ്ലൈറ്റ് ആണ്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയും. രണ്ടാമത് ഒരു ബ്രാൻഡൊക്കെ, നിങ്ങളൊരു ബ്രാൻഡ് പ്രൊമോട്ടൊക്കെ ചെയ്യണമെങ്കിൽ കുറേ പ്രൊമോഷൻ എക്സ്പെൻസ് ആണ്. ഇപ്പോൾ നമ്മൾ കടകളിൽ കാണുമ്പം ഒരുപാട് വിനിൽ പ്രിന്റ്, കുറേ അഡ്വർടൈസ്മെന്റ്, ഇതൊക്കെ വരുന്നത് ഈ സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയാം. ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത് ഫ്ലൈറ്റ് കോസ്റ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ എക്സ്പോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പോർട്ടിന് അഗേൻസ്റ്റ് ആ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ഫ്ലൈറ്റ്, പിന്നെ അവിടെ തെർമൽ ചാർജസ്, സോ അവിടുത്തെ എന്താ പറയുക, ക്യാരേജ് ആൻഡ് C&F ചാർജ് എന്നൊക്കെ പറയും. ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ R&D എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കമ്പനിയും വന്നിട്ട് അവരുടെ പ്രോഡക്റ്റിനകത്തുള്ള ഇമ്പ്രൂവ്മെന്റ്, ഇപ്പോൾ നമ്മളെ പ്രോഡക്റ്റ് മറ്റേ ഒരു കോമ്പറ്റീഷനെക്കാളും എങ്ങനെ ബെറ്റർ ആക്കാം, ക്വാളിറ്റി വൈസ് എങ്ങനെ ബെറ്റർ ആക്കാം, നമ്മളെ റെസിപ്പിയൊക്കെ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ് ഇന്നോവേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. സോ ഇതെല്ലാത്തിനും നമ്മുടെ കമ്പനി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് R&D. ഇതാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടാമത് ക്ലാസിഫിക്കേഷൻ അക്കൗണ്ട് ടു വേരിയബിലിറ്റി. സോ വേരിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ബിഹേവിയർ എന്നുള്ള രീതിയിൽ പറയുന്നില്ലേ. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. അതായത് ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ആ കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് വേരി പെർ യൂണിറ്റ് അല്ല, കോസ്റ്റ് വേരി ആകും. ആ വേരി ചെയ്യുന്നതിനാണ് വേരിയബിൾ കോസ്റ്റ് പറയുന്നത്. വേരി ആവാത്തതിനാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്ക് 1,00,000 രൂപയാണ് എൻ്റെ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്. ഞാൻ 1,00,000 എന്താ പറയുക യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് 1 രൂപയാണ് ഒരെണ്ണത്തിനുള്ള ഫിക്സഡ് കോസ്റ്റ്. ഞാനിപ്പം 1,00,000 അല്ലെങ്കിൽ 2,00,000 ഞാൻ യൂണിറ്റ് ചെയ്തു, പക്ഷേ എൻ്റെ ഫിക്സഡ് കോസ്റ്റ് ഇപ്പോഴും 1,00,000 രൂപ തന്നെയാണ്. അപ്പോൾ എനിക്ക് 50 പൈസയായിട്ട് കുറഞ്ഞു. ഓക്കെ, ഇതാണ്. അതായത് കോസ്റ്റിന് മാറ്റമില്ല, പക്ഷെ പെർ യൂണിറ്റിന് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുന്നതോറും പെർ യൂണിറ്റ് കുറയും, പക്ഷേ കോസ്റ്റ് കുറയുന്നില്ല. അതാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി വേരിയബിൾ കോസ്റ്റ് ആണെങ്കിലോ ഇതേപോലെ നമുക്ക് 1,00,000 രൂപ ആയി 1,00,000 യൂണിറ്റ് ചെയ്യാം. സോ നമ്മൾ അവിടെ പറഞ്ഞു 1 രൂപയാണ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. നമ്മൾ വീണ്ടും 1,00,000 യൂണിറ്റ് അവിടെ ചെയ്യും. പിന്നെ വീണ്ടും നമുക്ക് 1,00,000 രൂപ ഇൻകറായി. സോ അപ്പം 2,00,000 രൂപയായി. സോ അപ്പം നമ്മൾ ഓരോ പെർ യൂണിറ്റ് പോകുമ്പോഴും ഓരോ രൂപ എവിടെ കയറുന്നുണ്ട്, വേരിയബിൾ ലേബർ കോസ്റ്റ് കയറുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ്, പെർ യൂണിറ്റിന് മാറ്റമില്ല. പെർ യൂണിറ്റ് അപ്പോഴും 1 രൂപ തന്നെയാണ്, ഇപ്പോഴും ഒന്നാണ്. ബട്ട് കോസ്റ്റ് ഉണ്ട് 1,00,000-ന് 2,00,000 രൂപയായിട്ട് മാറി. സോ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. സോ നമ്മൾ മനസ്സിലാക്കണം, കോസ്റ്റിംഗ് എന്ന് പറയുന്ന കാര്യം ചെയ്യാനായിട്ട്, അതായത് കോസ്റ്റിംഗ് ചെയ്യാനായിട്ട് നമുക്ക് കുറേ എന്താണ്, നമ്മൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഇത്രയും രൂപയായി എന്ന് പറയുന്നു. പക്ഷേ അതിനെ പല സ്പ്ലിറ്റപ്പായിട്ട് നമ്മൾ കാണിക്കുകയാണ്. ആ സ്പ്ലിറ്റപ്പാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതിനെ ക്ലാസിഫൈ ചെയ്താണ് എവിടെയാണ്, കാരണം നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നോക്കുവാണ് എവിടെയാണ് പ്രശ്നം. ആ പ്രശ്നം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ആവാൻ, ഈ ഒരു സാധനം കൂടാനും കുറയാനും. ഇപ്പം നമുക്ക് മാർജിൻ നല്ല രീതിയിൽ മാർജിൻ ആയി കഴിഞ്ഞു. സോ അപ്പം എങ്ങനെയാണ് ഇത്രയും മാർജിൻ കയറിയത്, അപ്പോൾ അതും നമ്മൾ ആ ഒരു റീസൺ നമ്മൾ പറയേണ്ടതാണ്. അതേപോലെ എവിടെയാണ് കുറഞ്ഞത്, അതും നമ്മൾ എന്താണ് ആൻസറബിൾ ആണ്. സോ എവിടെയൊക്കെ നമുക്ക് ബെറ്റർ ആക്കാം, ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് ഈ പറയുന്ന കോസ്റ്റ്. ഓക്കെ. സോ ഇവിടെ നമ്മൾ പറഞ്ഞു വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു വെച്ചാൽ ഈ പറയുന്ന ഇലക്ട്രിസിറ്റി കോസ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നമ്മൾ മെഷീനറി, അതായത് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന മെഷീനറി വരുന്ന യൂണിറ്റ് കൺസംഷൻ ആണെങ്കിൽ അത് നമുക്ക് പറയാം ഒരു ഡയറക്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഫിക്സഡ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്ഷൻ ഒന്നും, അതായത് നമുക്ക് ഇപ്പം രാത്രിയൊക്കെ ലൈറ്റ് ഇട്ടിരിക്കുകയാണ്, അതിനകത്ത് വരുന്ന യൂണിറ്റ് ആണെങ്കിൽ ഒരിക്കലും എന്താ പറയുക, അത് പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും അത് മാറാൻ പോകുന്നില്ല. സോ അത് നമുക്ക് ഫിക്സ് എന്ന് പറയാം. സോ നെക്സ്റ്റ് വന്നിട്ട് എലമെന്റ് വൈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. സോ എലമെന്റ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഡയറക്റ്റ് മെറ്റീരിയൽ, അതായത് ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും. ഡയറക്റ്റ് വരുന്നത് എന്തൊക്കെയാണ്, ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്.
സോ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ വരും, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ഓൾറെഡി പറഞ്ഞതാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ചില്ലി ആണെങ്കിൽ ചില്ലി എന്ന് പറയുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. ലേബർ ആണ് അതിന് ഉപയോഗിക്കുന്ന ലേബേഴ്സ്, അതായത് വേജസ് എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ എക്സ്പെൻസസ്, നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു മെഷീനറി നമ്മൾക്കുണ്ട്, നമുക്ക് മെഷീനറി നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ട്, അതിനുള്ള ഹയർ ചാർജ്, അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ഒരു പബ്ലിഷ് ചെയ്യുന്ന ഒരു ബുക്കാണ്, അതിൻ്റെ റോയൽറ്റി നമ്മൾ ഒരാൾക്ക് കൊടുക്കണം. സോ റോയൽറ്റി വേറെയുള്ള പേരിലാണ്, അപ്പോൾ അതിന് നമ്മൾ മാസം മാസം റോയൽറ്റി കൊടുക്കുന്നു. അപ്പോൾ ആ ബുക്ക് നമ്മൾ എപ്പോഴൊക്കെ പ്രിന്റ് ചെയ്യുന്നു അതിനുള്ള റോയൽറ്റി ഫീ കൊടുക്കണം. ഓക്കെ, സോ അത് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, സോ ഇനി ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. സോ മാക്സിമം ഞാൻ പറഞ്ഞുതരാം. ഒരു കാട്ടൺ ഇപ്പോൾ 100 ഗ്രാമിൻ്റെ കിച്ചൺ ട്രഷറിയുടെ ഒരു മസാല പാക്ക് 100 ഗ്രാം ഞാനൊരു 50 എണ്ണം പാക്ക് ചെയ്തു, അത് ഒരു ബോക്സിനകത്താക്കി. അപ്പം നമ്മുടെ പ്രൈമറി എന്ന് പറയുന്നത് ആ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക പടമൊക്കെ ഉള്ള കിച്ചൺ ട്രഷറിനൊക്കെ എഴുതിയിരിക്കുന്നത്, അതാണ് നമ്മുടെ പാക്കിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്, പൗച്ച്. ബാക്കിയുള്ളതെല്ലാം നമ്മളുടെ ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. സോ നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ലേബർ. ഇൻഡയറക്റ്റ് ലേബർ എന്ന് വെച്ചാൽ മേജറായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് അറിയാം ഒരു പ്രൊഡക്ഷൻ പ്ലാന്റിനെ സംബന്ധിച്ചോളം പ്ലാന്റിനകത്ത് ലേബർ, രണ്ട് തരം ലേബേഴ്സ് ഉണ്ട്, ഡയറക്റ്റ് ലേബർ ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബർ ഉണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് ലേബർ എന്താണ്? കാര്യം ഡയറക്റ്റ് ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷനകത്ത് ഫുള്ളായിട്ട് എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ ഇൻഡയറക്റ്റ് ലേബർ എന്തായിരിക്കും? ഇൻഡയറക്റ്റ് ലേബർ എന്ന് വെച്ചാൽ അവർ ഈ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവയ്ക്കുന്നത്, ലോഡിങ് ആൻഡ് അൺലോഡിങ്, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ്, അതായത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ ഫോർക്ക് ലിഫ്റ്റിൽ കയറി ഇരുന്നിട്ട് സാധനങ്ങളൊക്കെ ഇവിടുന്ന് അപ്പുറത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്ഷനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇൻവെന്ററിയിൽ നിന്ന് എടുത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ സൈഡ് ഈ എന്താ പറയുക ക്ലീനിങ് ആയിട്ട് ചെയ്യുന്ന ലേബേഴ്സ്. ഇപ്പം നമ്മൾ കുറച്ചൊരു പ്രൊഡക്ഷൻ ചെയ്യും, ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ് ഇവരുടെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതൊക്കെയാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. പിന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ പറയില്ലേ ഓവർഹെഡ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ ഓവർഹെഡ് എന്നുള്ള പേര് പറയും, വേറെ ഒന്നുമില്ല, എക്സ്പെൻസ് പെർ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് മെഷീനറി, റെന്റ്, അഡ്മിനിൽ വരുന്ന എക്സ്പെൻസ്, അതുപോലെ തന്നെ സാലറി ഓഫ് മാനേജേഴ്സ്, അഡ്മിനിലെ പീപ്പിൾ, ഇതെല്ലാം വരുന്നത് എന്താണ്? ഇതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ്. ഓക്കെ, സോ ഇതാണ് മേജറായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കേസുകൾ. ഇനി നമുക്ക് കോസ്റ്റിങ്ങിൻ്റെ എന്താ പറയുക ഓരോരോ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞല്ലോ, മെറ്റീരിയൽ, ലേബർ, അതുപോലെ തന്നെ എന്താണ് ഓവർഹെഡ്, ഇതെല്ലാം നമ്മൾ ഓരോരോ സെഷനായിട്ട് പഠിക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ ചെയ്യേണ്ട കറക്റ്റ് രീതി എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഗോയിങ് ഫോർവേഡ് നമുക്കിത് എന്താണ് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, സോ ബൈ, താങ്ക് യു.